രാജേഷ് ഒരു പ്രതികരണം നടത്തി. ബാറുമായി ബന്ധപ്പെട്ട തുറക്കൽ അടക്കൽ സമയത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി അറിയാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സമയം ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് എന്റെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അല്ലല്ല, ആരായിട്ട്? ഗവൺമെന്റ് ആയിട്ടാ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ്, ബാർ ഉടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ ബാറിന്റെ സമയം ഏകീകരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെയാ പറയണത്? ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോണത് ഞങ്ങളെങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോണത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണത്. അല്ല, ഗവൺമെന്റിന് LDFന്റെ കൺവീനർക്ക് അറിയില്ല, LDF നേതാക്കന്മാർക്ക് അറിയില്ല ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പോണത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണല്ലോ. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മന്ത്രിസഭയിൽ വെക്കാതെ ആരുമായിട്ട് ചർച്ച ചെയ്യാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ എവിടെയും വെക്കാതെ ആരോടും ചർച്ച ചെയ്യാതെ പിന്നെ ഞങ്ങൾക്ക് ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അത് ആരോട് പറഞ്ഞു? പ്രതിപക്ഷത്തിന്റെ നിലപാട് ആരോട് പറഞ്ഞു? ആരോടാ പറഞ്ഞത്? അല്ല, എക്സൈസ് മന്ത്രിയോട് ഞാൻ എന്തായാലും ഈ വിഷയം സംസാരിച്ചിട്ടില്ല. ഈ വിഷയം ഞങ്ങൾ ആരും സംസാരിച്ചിട്ടില്ല. ഇത് വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് പ്രതിക്കൂട്ടിൽ എക്സൈസ്, അത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ 1 കൊല്ലം മുമ്പാണ് വന്ന് കണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? പ്രതിപക്ഷത്ത് അതൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ബാർ ഉടമകളല്ലല്ലോ അവിടെ പോയി പറയേണ്ടത്. ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എക്സൈസ് മന്ത്രി. ഒരു ഫോൺ പോലും എന്നെ ഈ അടുത്ത കാലത്തെങ്കിലും ചെയ്തിട്ടില്ല. ഒരു ഫോൺ പോലും. വേറൊരു ആവശ്യത്തിന് പോലും എന്നെ ലോ മിനിസ്റ്റർ വിളിച്ചിരുന്നു. അവിടുത്തെ ക്യാൻസർ സെന്റർ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ. ഈ മന്ത്രി അടുത്ത കാലത്തെങ്കിലും എന്നെ ഒരു ഫോണിൽ പോലും വിളിച്ചിട്ടില്ല. നിയമസഭയിലും വന്ന് എന്നോട് സംസാരിച്ചിട്ടില്ല. അല്ലല്ല, അവരോടല്ലല്ലോ ഞങ്ങൾ സംസാരിക്കേണ്ടത്. ഞങ്ങൾ അവരോടല്ലല്ലോ സംസാരിക്കുന്നത്. ഗവൺമെന്റിന് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അറിയണമെങ്കിൽ പ്രതിപക്ഷത്തോട് സംസാരിക്കണ്ടേ? അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. എക്സൈസ് മന്ത്രി സംസാരിച്ചിട്ടില്ലല്ലോ. ഞങ്ങളോട് ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹം പ്രതികൂട്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പിടിവള്ളി. അങ്ങനെ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? റോക്കറ്റ് സ്പീഡിലാണ് ചെയ്തത് ബ്രൂവറിയിൽ. എന്നിട്ട് ഇപ്പോൾ കോടതി അത് സ്റ്റേ ചെയ്തില്ലേ? ഞങ്ങളെ ഇതേപോലെ തന്നെ ഞങ്ങളെ വിമർശനം ഉന്നയിച്ചല്ലോ. ബ്രൂവറി ഡൽഹിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തൊരു കമ്പനി, ആരും അറിയാതെ ഇവിടെ വന്ന് അപേക്ഷ കൊടുക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബ്രൂവറി കമ്പനികൾ പോലും അറിഞ്ഞില്ല ഇങ്ങനെ ഇവിടെ ഒരു ബ്രൂവറി തുടക്കാൻ പോകുന്നു ഇല്ലേ? വന്നു തുടങ്ങി എല്ലാ നടപടിക്രമങ്ങളും തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞ അതേ കാര്യം കോടതി ആവർത്തിച്ചില്ലേ? കോടതി സ്റ്റേ ചെയ്തില്ലേ? നടപടികൾ മുഴുവൻ സ്റ്റേ. അല്ലല്ല, ഞാൻ പറയണത് ഈ സമയത്ത് പെട്ടെന്ന് ഒരു ആലോചനയില്ലാതെ, ആരുമായിട്ട് ആലോചിക്കാതെ, മന്ത്രിസഭയിൽ പോലും വയ്ക്കാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്താണ്? ന്യായമായ കാര്യങ്ങളാണ് നമുക്ക് സംസാരിക്കാമല്ലോ. അല്ല, അത് അവരുടെ അഭിപ്രായം. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവ് എങ്ങനെ അറിയണേ? അല്ലല്ല, നമ്മളോട് സംസാരിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സമയക്രമത്തിന്റെ അല്ല ഞാൻ പറയട്ടെ. ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലത്ത് സമയം കൂട്ടി കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കി. ഇത് അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇത് എല്ലായിടത്തും ചെയ്തിരിക്കുകയാണ്, എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ടൂറിസം പ്ലേസാന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ കൂട്ടി അന്ന് തന്നെ ആരോപണം വന്നു. അത് ഞാൻ രാവിലെ പറഞ്ഞു. ടൂറിസം സ്ഥലങ്ങൾ തന്നെ ടൂറിസം സെന്ററാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അന്ന് ആക്ഷേപം വന്നു. അവർക്ക് ബാറിനെ അനുവദിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു കൊടുത്തതെന്നുള്ള ആരോപണം. അത് ഞാൻ സാധാരണ ഇലക്ഷൻ സമയമാണ്, പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിക്കാനാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത്. രാവിലെ വലിയ അഴിമതിക്കുള്ള ഒരു കളം വരുന്നതാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അത് നിങ്ങളുടെ കയ്യിൽ വെച്ചു.